വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കുഞ്ഞിനെ കാണുമ്പോഴേ തന്നെ ഓടിച്ചെന്ന് അർജുനൻ എടുക്കുകയാണ്. പെട്ടെന്ന് അതിനെ ഉമ്മ വയ്ക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അർജുനൻ ആകെ സങ്കടമാവുകയാണ് ഇങ്ങനെ ഒരവസ്ഥയിൽ കുഞ്ഞിനെ കാണേണ്ടി വരുന്നതിൽ. തുടർന്ന് ശാലിനി ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇരുവർക്കും ചായയൊക്കെ കൊടുക്കുകയാണ്. തുടർന്ന് അവർ പ്രീതിയുടെയും സത്യഭാമയുടെയും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. തുടർന്ന് അർജുൻ പറയുന്നുണ്ട്, അച്ഛന് വേറൊരു വിഷമം കൂടിയുണ്ട്. സത്യഭാമയുടെ കൈ വിഷ്ണു തടുത്തപ്പോൾ അച്ഛന് കൂടുതൽ പരുഷമായിട്ട് സംസാരിക്കേണ്ടി വന്നു. അതിൽ കൂടി വിഷമമുണ്ട് എന്ന് പറയുമ്പോഴേ അതൊന്നും സാരമില്ല അച്ഛാ. അങ്ങനെ ഒരു അവസരത്തിൽ സത്യാമ്മയുടെ കൂടെ അച്ഛൻ നിൽക്കേണ്ടത് തന്നെയായിരുന്നു. അല്ലെങ്കിൽ സത്യാമ്മയ്ക്ക് ആകെ വിഷമമായേനെ. ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കും. എൻ്റെ വിഷമം അതൊന്നുമല്ല, പ്രീതിയുടെ കാര്യം ആലോചിച്ചിട്ടാണ് എന്ന് പറഞ്ഞ് സുസ്മിതയുടെ കാര്യങ്ങളൊക്കെ ശാലിനി സംസാരിക്കുകയാണ്. അന്നേരം എപ്പോഴും സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എപ്പോഴും നോക്കുന്നുണ്ട്. പൊന്നി എപ്പോഴും പ്രീതിയുടെ റൂമിൽ തന്നെ ഉണ്ട് എന്ന് അർജുൻ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, എന്തിനാണ് മോനെ ഇത്രയും കഷ്ടപ്പെടുന്നത്? പേ പിടിച്ച ഒരു പട്ടി വീട്ടിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണെങ്കിൽ ഇരുമ്പ് പടച്ചിട്ട ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഒന്നുകിൽ വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ കൈയും കാലും തല്ലി പിടിച്ച് പുറത്തേക്ക് എറിയണം. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ട ഒരു രാഘവൻ നായരായിട്ടല്ല ഇനി ഞാൻ അവിടെ പെരുമാറാൻ പോകുന്നത്. ഈ വീൽചെയറിലാവുന്നതിന് മുമ്പുള്ള പഴയ രാഘവൻ നായരായിട്ടാണ്. ഞാനൊന്ന് നോക്കട്ടെ അവളെ ഒന്ന് മെരുക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യത്തിലാണ് രാഘവൻ നായർ. അന്നേരം ശാലിനി പറയുന്നുണ്ട്, എന്ത് സംഭവിച്ചാലും ഞങ്ങളെ അവിടെ നിന്നും അവൾ പുറത്താക്കിയതും പ്രീതിക്കെതിരെ എന്തെങ്കിലുമൊക്കെ കരുക്കൾ നീക്കാൻ വേണ്ടി തന്നെയാണ്. പ്രീതിയുടെ നാവിൻ തുമ്പത്ത് അവൾക്ക് ദോഷമായിട്ടുള്ള എന്തോ ഒരു കാര്യമുണ്ട്. അവൾ താമസിക്കുന്ന വീട്ടിൽ പ്രീതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവളെ സംശയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രീതിയുടെ ആയുസ് നീട്ടി കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അന്ന് അബ്ദുൽ ഖാദർ ഡോക്ടർ പറഞ്ഞതുപോലെ എങ്ങനെയും പെരുമാറാവുന്ന ഒരു സൈക്കോ പേഷ്യൻ്റാണ് അവളെ നമ്മൾ സൂക്ഷിച്ചേ മതിയാകൂ എന്നൊക്കെ ശാലിനിയും അർജുനും രാഘവൻ നായരും ഒക്കെ ചേർന്നങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം തടിമേലിൽ വിഷ്ണുവിന് ഒരു ദിവസത്തെ കൂലി ലഭിക്കുകയാണ്. അന്നേരം കമലിനും പറയുകയാണ്, നട്ടെല്ല് മുറിയെ പടി എടുത്തിട്ട് 1500 രൂപ, ഈ പണി നമുക്ക് വേണ്ട, ആശാൻ ഒരു ദിവസം പൊടിച്ച് കളയുന്ന പൈസ പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം അന്ന് ആ പൈസയ്ക്ക് വിലയില്ലായിരുന്നു, പക്ഷെ ഇന്ന് ഈ പൈസയ്ക്ക് വിലയുണ്ട്, ഇതൊക്കെ മതി, നമുക്ക് പത്രോസ് അച്ചായനെ ഒന്ന് കാണാമെന്നും പറഞ്ഞ് കമലിനെയും കൂട്ടി പത്രോസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അതേസമയം വിഷ്ണു കൊടുത്ത ആ പരസ്യവാചകവും കുറിച്ചുകൊണ്ട് ഇനി ഇതിൽ എന്തൊക്കെ ചേർക്കാമെന്ന് പറഞ്ഞ് പേനയും പേപ്പറും ഒക്കെ പിടിച്ചുകൊണ്ട് അച്ചായിരിക്കുകയാണ്. കൂടെ ജയരാമനുമുണ്ട്. തുടർന്ന് വിഷ്ണു ചെന്ന് പത്രോസിനോട് പറയുന്നുണ്ട്, എനിക്ക് ഇത്തിരി കാശിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന്. അന്നേരം നീ ഇന്നങ്ങോട്ട് പണി കയറിയതല്ലേ ഉള്ളൂ, ഇനി എന്താ കാശെന്നും പറഞ്ഞ് ജയരാമൻ ചൂടാകുകയാണ്. അന്നേരം ജയരാമനെ പത്രോസ് വഴക്ക് പറയുന്നുണ്ട്. അന്നേരം എത്രയാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു 10 ദിവസത്തെ കൂലി അഡ്വാൻസ് ആയിട്ട് വേണം, ഞാൻ പണി ചെയ്ത് വീട്ടിൽ കൊള്ളാമെന്ന് പറയുകയാണ്. അന്നേരം ജയരാമൻ ദേഷ്യപ്പെടുകയാണ്, നീ മുങ്ങില്ലെന്ന് എന്താണ് ഉറപ്പെന്നൊക്കെ ചോദിക്കുമ്പോൾ മിണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ട് 10 ദിവസത്തെ കൂലിയല്ലേ, അതിൽ ഒരു ദിവസത്തെ പൈസ നീ വാങ്ങിച്ചു 15,000 രൂപ, അപ്പോൾ ബാക്കി പൈസ 13,500 എന്നും പറഞ്ഞ് പൈസ കാശെണ്ണി, പേഴ്സണിൽ നിന്നും കാശെണ്ണി പത്രോസ് വിഷ്ണുവിന് കൊടുക്കുകയാണ്. അന്നേരം വിഷ്ണു നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് വരാമെന്ന് പറയുകയാണ്. അന്നേരം പോയിട്ട് വന്നാൽ മതി, മുങ്ങാതിരുന്നാൽ നിനക്ക് കൊള്ളാമെന്നൊക്കെ ജയരാമൻ ദേഷ്യപ്പെടുകയാണ്. ജയരാമൻ്റെ ദേഷ്യത്തോടെ വിഷ്ണു അങ്ങ് നോക്കുകയാണ്. തുടർന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് വിഷ്ണു കമലിനും കൂടി പോവുകയാണ്. ഇതേസമയം ജയരാമൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാണ് കാശ് കൊടുത്തത്? അവനെ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞു വിടാതിരിക്കുകയായിരുന്നു, കള്ളപ്പണിയാണ്, അവൻ്റെ തടി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞാനിവിടെ വെറുതെ ഇരിക്കുമെന്നല്ല, ഈ മില്ലിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ എന്ത് നടക്കുന്നു എന്ന് എനിക്കറിയാം. 3 പേരുടെ പണിയാണ് അവന് ഒറ്റയ്ക്ക് ചെയ്തത്, അവനെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, അവനെ പറഞ്ഞു വിട്ടാൽ നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പത്രോസ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഇക്കണക്കിനാണെങ്കിൽ അച്ചായൻ എന്നെ പറഞ്ഞു വിട്ടിട്ട് അവനെ മാനേജരാക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിനെന്താ സംശയം, ഞാൻ എല്ലാ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, നീ നിൻ്റെ ജോലി ചെയ്താൽ മതി എന്നും പറഞ്ഞ് ജയരാമനെ പത്രോസ് വഴക്ക് പറയുന്നുണ്ട്. തുടർന്ന് ബൈക്കിൽ കയറാനായിട്ട് പോകുമ്പോൾ വിഷ്ണുവിനോട് കമലൻ ചോദിക്കുന്നുണ്ട്, എന്തിനാശാൻ ഇത്രയും കാശ്? അന്നേരം കുറച്ച് അത്യാവശ്യമുണ്ട്, നമുക്ക് പോകാമെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിനാണെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ കുടയൊക്കെ ചെയ്യുന്നുണ്ട്. വിഷ്ണുവിന് ശരീരമൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കണക്കാക്കാതെ അവർ പോവുകയാണ്. ഇതേസമയം ശാരദാമ്മയുടെ വീട്ടിൽ രാത്രിയാണ്. രാജീവ് അങ്ങനെ പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരികയുടെ ഫോണിലേക്ക് ബാലചന്ദ്രൻ വിളിക്കുകയാണ്. ആദ്യം കൊമ്പല്ലടിക്കുമ്പോൾ ശാരിക എന്നൊക്കെ രാജീവ് വിളിക്കുന്നുണ്ട്. തുടർന്ന് ശാരിക വിളി കേൾക്കുന്നില്ല. തുടർന്ന് ബെല്ലടിച്ച് നിൽക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ വിചാരിക്കുന്നുണ്ട്, ഇവളെന്താ എടുക്കാത്തതെന്നും പറഞ്ഞ് വീണ്ടും വിളിക്കുകയാണ്. തുടർന്ന് രണ്ടാമതും കോൾ വരുമ്പോൾ രാജീവ് പോയി ഫോൺ നോക്കുകയാണ്. അന്നേരം വീഡിയോ കോളോ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അന്നേരം ബാലചന്ദ്രനെ കാണുകയാണ് രാജീവ്.
തുടർന്ന് ബാലചന്ദ്രൻ അങ്ങ് ശാരികയാണ് എന്ന് കരുതി സംസാരിക്കുകയാണ്. എൻ്റെ ചക്കരക്കുട്ടി എന്താണ് ഫോൺ എടുക്കാത്തത്? ചേട്ടൻ എത്ര നേരമായി വിളിക്കുന്നു, നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ഇപ്പോൾ ഞാൻ വീട്ടിലാണ്, രാത്രിയാണ്, ആരുമില്ല. ഇന്ന് രാവിലെ അവിടെ വെച്ചുണ്ടായ സംഭവങ്ങൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ കോന്തൻ രാജീവ് അവിടെ കയറി വരുമെന്ന് ഞാനാണെങ്കിൽ ഒട്ടും വിചാരിച്ചുമില്ല. ഭർത്താവാണെങ്കിലും അവൻ അറിയാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്. താലി കെട്ടിയവനാണെങ്കിൽ ഒരു ബാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞ് രാജീവിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ രാജീവാണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യം കൊണ്ട് തിളക്കുകയാണ്. തുടർന്ന് ഇവളെന്താ ക്യാമറ ഓപ്പൺ ചെയ്യാത്തത് എന്നൊക്കെ ബാലചന്ദ്രൻ ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് ക്യാമറ ഓപ്പൺ ഇപ്പോൾ കുളി കഴിഞ്ഞ് വന്ന് നിൽക്കുകയായിരിക്കും അല്ലേ, മേക്കപ്പ് ഒന്നും കാണില്ലല്ലേ, അതൊന്നും സാരമില്ല, നിന്നെ അങ്ങനെ കാണുന്നതാണ് എനിക്കിഷ്ടമെന്നൊക്കെ അങ്ങ് സംസാരിക്കുകയാണ്. ഇതേസമയം ശാരിക വരുന്നുണ്ട്. അന്നേരം ആരാ ഫോണിലും ചോദിക്കുമ്പോൾ ദാ നോക്കുമെന്നും പറഞ്ഞ് ഫോൺ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രനെ കാണുകയും ബാലചന്ദ്രൻ അങ്ങ് അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ശാരികയ്ക്ക് അങ്ങ് വെറുപ്പ് തോന്നുകയാണ്. ഛേ എന്നും പറഞ്ഞ് ശാരി അങ്ങ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ രാജീവ് അങ്ങ് ആകെ തിളച്ചേക്കുകയാണ്. അവൻ എന്തിനാ നിന്നെ വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇവൻ്റെ ഈ സംസാരത്തിൽ നിന്ന് നിങ്ങൾ തമ്മിൽ വിളിയും പറച്ചിലും ഒക്കെ ഉണ്ടെന്നാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് എന്നൊക്കെ അങ്ങ് ചോദിച്ച് രാജീവ് ചൂടാകുമ്പോൾ ഞാനത് പറഞ്ഞില്ലേ, അച്ഛനെ ലോക്കപ്പിൽ ഇറക്കാൻ വേണ്ടിയിട്ട് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ ഞാൻ കുറച്ച് പൈസ വാങ്ങിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ശാരിക പറയുന്നുണ്ട്. അന്നേരം അങ്ങ് രാജീവ് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. നീ ഇപ്പോഴും ശാരദാമ്മയുടെ മകൾ എന്നുള്ളതിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഒരു കോളേജ് ലെക്ചർ രാജീവ് രംഗനാഥിൻ്റെ ഭാര്യയാണ് എന്നുകൂടി നീ ഓർക്കണം. പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ടവൻ്റെ അടുത്തേക്കല്ല പോകേണ്ടത്, നമ്മൾ പരിചയമുള്ള ആളുകൾ അടുത്തേക്കാണ് പോകേണ്ടത്. നീ പറയുന്ന 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് എനിക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം അമ്മയ്ക്ക് നെഞ്ചുവേദന വന്നല്ലേ സാറ് പെട്ടെന്ന് തക്കലേക്ക് പോയത്, പിന്നീട് എന്തായി എന്നൊന്ന് വിളിച്ചു പോലും ചോദിച്ചില്ല, അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ശാരിയും കുറച്ച് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. അന്നേരം അമ്മയ്ക്ക് ഞാൻ ഒറ്റ മോഹനല്ലേ, ഹോസ്പിറ്റലിലായതുകൊണ്ട് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്, എന്നാലും നീ എന്നെ ഫോൺ ചെയ്ത് അറിയിക്കണമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അന്നേരം സാറ് അമ്മയ്ക്കുള്ള 18 ലക്ഷം കൊടുത്ത് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ കയ്യിൽ കാണില്ല എന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോയി. ഇപ്പോൾ സാറ് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ, ഈ പറയുന്ന 2 ലക്ഷം രൂപ ചോദിച്ച് വാങ്ങിച്ചതാ എന്നൊക്കെ ശാരിക പറയുന്നുണ്ട്. അതിനു മുമ്പ് രാജീവ് പറയുന്നുണ്ട്, പൈസ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിലും എൻ്റെ 2-3 ഫ്രണ്ട്സിനോട് ചോദിച്ചാലും പൈസ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, നീ അത് ആലോചിക്കണമായിരുന്നു, ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ശാരികയും അങ്ങ് വഴക്ക് പറയുന്നുണ്ട്. തുടർന്ന് ശാരികയ്ക്കും അങ്ങ് ദേഷ്യം വരികയാണ്. എങ്കിൽ സാർ ഇപ്പോൾ പൈസ ഒപ്പിച്ച് പ്രശ്നം അറിഞ്ഞല്ലോ, എങ്കിൽ ഈ വിളിയൊക്കെ ഒഴിവാക്കാം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പൈസ ഇനി എൻ്റെ പട്ടി തരും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് രാജീവും തിരിച്ച് സംസാരിക്കുകയാണ്. എങ്കിൽ പിന്നെ ഇങ്ങനെ ഭാര്യയ്ക്ക് വരുന്ന കോളുകളൊക്കെ സാർ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം എന്നങ്ങ് ശാരികയും തിരിച്ച് അതേ നാണയത്തിൽ ദേഷ്യത്തോടെ പറയുമ്പോൾ എടി നിന്നെ ഞാനെന്നും പറഞ്ഞ് അടിക്കാനായിട്ട് കൈ ഓങ്ങുകയാണ് രാജീവ്. പെട്ടെന്നാണ് ശ്യാമ പുറത്ത് മുറ്റത്തുനിന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നത്. ഇറങ്ങി പൊക്കോളണം ഇവിടെ നിന്നെന്ന്. അന്നേരം ആദ്യം കേൾക്കുമ്പോൾ രാജീവിനെയാണെന്ന് വിചാരിക്കും, പക്ഷേ രാജീവിനോടല്ല ശ്യാമ പറയുന്നത്, ഗോപാലകൃഷ്ണനോടാണ് ശ്യാമ സംസാരിക്കുന്നത്. നിങ്ങളോടാണ് പറഞ്ഞ് ഇറങ്ങി പോകാനെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ശ്യാമ. അന്നേരം ഞാൻ പൊയ്ക്കോളാം, മോൾ ഒച്ച വെച്ച് നാട്ടുകാരെ കൂട്ടണ്ടെന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം മുറ്റത്തേക്ക് രാജീവും ശാരികയും വരുന്നുണ്ട്. ശാരദാമ്മ കൂടെ നിൽപ്പുണ്ട്. അന്നേരം ശാരദാമ്മയും മക്കളും മാത്രമാണ് ഇവിടെ താമസിക്കുന്ന നാട്ടുകാർക്ക് അറിയാം, നിങ്ങളായിട്ട് അവരെ അറിയിക്കാൻ നോക്കണ്ട, നിങ്ങളോട് ഇറങ്ങി പോകാൻ പറഞ്ഞ് മോളാണ് അമ്മയാണ് അച്ഛനാണെന്ന് പറഞ്ഞ് ഇവിടെ പറ്റിക്കൂടാനായിട്ട് നോക്കണ്ടെന്ന് പറഞ്ഞ് ശ്യാമ ആകെ ദേഷ്യത്തിലാണ്. അന്നേരം ആകെ സങ്കടപ്പെട്ട് ഗോപാലകൃഷ്ണൻ അങ്ങ് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം നിന്നേന്നും പറഞ്ഞ് രാജീവ് വിളിക്കുന്നുണ്ട്. തുടർന്ന് ഗോപാലകൃഷ്ണൻ നിൽക്കുകയാണ്. അന്നേരം ആകെ സങ്കടപ്പെട്ട് ശാരദാമ്മ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ ഗോപാലകൃഷ്ണനെ അവിടെ നിർത്താനായിട്ട് രാജീവ് സംസാരിക്കും. പക്ഷെ ശ്യാമ രാജീവിനോടും ചൂടാവും. അന്നേരം ശ്യാമയെ രാജീവ് അടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സീനാണ് അടുത്ത എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.